പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പാസിംഗ് മാർക്ക് നമ്മൾ ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എത്രയാണ് പാസിംഗ് മാർക്ക് എന്നാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻറ്റിൻ്റെ പാസിംഗ് മാർക്ക് എത്രയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു ഡിഗ്രി പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട മാർക്കാണ്, അതായത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ പാസിംഗ് മാർക്ക് എത്രയാണ്. ഓക്കെ, നമ്മൾ ഏത് പ്രോഗ്രാം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പാസിംഗ് മാർക്ക് എത്രയാണെന്നും അതിലേത് ഗ്രേഡാണ് കിട്ടുന്നതെന്നും. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി എടുത്ത സ്റ്റുഡൻറ്റിന് നമുക്ക് പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്, അതായത് 40%. അതായത് ഇ ഗ്രേഡ്. ഓക്കെ, ഇ ഗ്രേഡ് ആണ്. അത് ജസ്റ്റ് ഒരു പാസ് മാത്രമാണ്. നിങ്ങൾക്കൊരു ഡിഗ്രി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 40%, അതായത് ഇ ഗ്രേഡ് ആണ് നിങ്ങൾക്ക് ഒരു പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് മിനിമം 40 മാർക്കെങ്കിലും വേണം നിങ്ങൾക്കൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ. ഇത് കണ്ടിന്യൂ ഇന്റേണൽ ഇവാലുവേഷനും ഓരോ എൻഡ് സെമസ്റ്റർ, അതായത് അവസാന സെമസ്റ്ററിനും ചെയ്യുന്നതും കൂടെയാണ് കേട്ടോ. ഓക്കെ, ഈ പാസ് മാർക്ക് 40% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതൊരു മിനിമം മാർക്ക് തന്നെയാണ്. അതിൽ ഇ ഗ്രേഡ് ആണ് കിട്ടുക. ഇനി ഒരു കണ്ടിന്യൂ ഇവാലുവേഷൻ നിങ്ങൾക്ക് 30%, അതല്ലാതെ തന്നെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, ഓക്കെ, അതിൽ 70%. ഈ അങ്ങനെയാണെങ്കിൽ ടോട്ടലിൽ നിങ്ങൾക്ക് 100% ആവും. ഇതിൽ തന്നെ നിങ്ങൾക്ക് പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 40%. അപ്പൊ ഈ 40% ഇ ഗ്രേഡ് ആണ് വരിക. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് പാസിംഗ് മാർക്ക് വെറും 40% അത് നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മാതൃഭാഷയിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. കൂടാതെ തന്നെ പാസിംഗ് മാർക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും അച്ചീവ് ചെയ്യാനും പറ്റും. അസൈൻമെന്റ് ആയാലും നിങ്ങൾക്ക് സിലബസ് ആയാലും എല്ലാം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ എക്സാമിന് നിങ്ങൾക്ക് അറ്റൻഡൻസ് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ മാർക്കൊക്കെ കിട്ടാൻ അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് നിങ്ങൾക്ക് അറ്റൻഡൻസ് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ഈ അറ്റൻഡൻസ് ഇല്ലാതെ നിങ്ങൾ എക്സാം എഴുതാൻ പോയാൽ മേ ബി നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഈ മാർക്ക് കിട്ടാനും നിങ്ങൾക്ക് അറ്റൻഡൻസ് നിർബന്ധമായിട്ട് വേണം. ഈ മെത്തേഡെല്ലാം നമുക്ക് യൂണിവേഴ്സിറ്റി ജനറൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓരോരോ കോഴ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറ്റൻഡൻസ് നിർബന്ധമായിട്ട് വേണം. ഓക്കെ, കൂടാതെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും സിലബസും ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നെ അതല്ലാതെ തന്നെ അസൈൻമെൻറ്റ് കറക്റ്റ് ടൈമിൽ തന്നെ സബ്മിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 40% മാർക്ക് വരുന്നത്. അതിൽ ഇ ഗ്രേഡ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് പാസിംഗ് മാർക്ക് എത്രയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.